ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് വാവയ്ക്കുള്ള ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ രാവിലെ അല്ലേ, രാവിലെ തന്നെ വാവനെ കുളിപ്പിച്ചെടുത്തതിനാൽ ആ ഒരു പണി കഴിയുമല്ലോ. രാത്രി ആയിക്കഴിഞ്ഞാലേ തണുപ്പ് കുറച്ചും കൂടി കൂടും. അതുകൊണ്ട് രാവിലെ തന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുവേണ്ടി അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അലമാര തുറന്നിട്ട് വാവയുടെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ വാവ പിന്നെ സമ്മതിക്കത്തില്ല. കുളിച്ചിട്ട് വരുമ്പോൾ വഴക്കടിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണ വെള്ളം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ വാവേനെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ താഴേക്ക് എടുത്തേക്കുവാണ്. കടലിലേക്ക് എടുത്തിയാൽ ഉരുണ്ട് വീഴും. അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ കടലിലേക്ക് എടുത്തേക്കുവാണ് കുളിപ്പിച്ചിട്ട്. അപ്പം കണ്ണും പിരിയൊന്നും എഴുതാൻ ഒട്ടും സമ്മതിക്കണില്ല. വഴക്കടിച്ചുകൊണ്ടിരിക്കുക പുള്ളി. അപ്പം ഞാനൊരു കണക്കിനാണ് എഴുതിപ്പിച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ട് ഞാൻ മായ്ച്ച് കളഞ്ഞു പകുതി. സമ്മതിക്കണില്ല, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഞാൻ തട വെച്ച് കൊടുത്തിട്ടുണ്ട് തലവണി. അപ്പോൾ ഞാൻ വേഗം പോയി പല്ല് വെച്ചിട്ട് വരാം. ഹായ്, ഞാൻ പല്ലൊക്കെ തേച്ചു. അപ്പോൾ വാവ ഇപ്പോഴും ബെഡിൽ തന്നെ അടങ്ങി കിടക്കണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് പാൽ വെച്ചിട്ടുണ്ട് ചായയ്ക്ക്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ബിരിയാണി അത് ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചേക്കുക. അപ്പോൾ അതവിടെ നിന്ന് ചൂടാവട്ടെ. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കട വരെ പോകണം. വാവയ്ക്ക് ഡൈപ്പറില്ല. അപ്പോൾ വേഗം നമുക്ക് ഡൈപ്പർ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഡൈപ്പർ കിട്ടിയേ. അപ്പോൾ രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കഴിച്ച് ചായയും കുടിച്ചിട്ട് വേഗം വാവയ്ക്ക് കുറുക്കും കൊടുത്ത് വാവേനെ ഉറക്കിയിട്ട് പൊക്കത്ത് വീട്ടിലേക്ക് പോകാം. വാവ ഇവിടെ കുറുക്ക് കുടിച്ച് കിടപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പൊക്കത്ത് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഉറക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉറങ്ങി നമുക്ക് വേഗം ഓടിപ്പോവാം അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ പൊക്കത്ത് വീട്ടിലേക്ക് എത്തി. കണ്ടോ, സ്റ്റെപ്പിലൊക്കെ നിറച്ചും പൊടിയാണ്. 3 ദിവസം വരാതിരുന്നിട്ടേ ഉള്ള. അപ്പോഴേക്കും ഇതുപോലെ അഴുക്കായിട്ടുണ്ട്. ഹാളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. മുറിയും കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ പകുതി ക്ലീനാക്കി, കുറച്ചും കൂടി ക്ലീനാക്കാനുണ്ട്. അപ്പോൾ ഓരോ വശത്തു നിന്ന് അടിച്ച് തുടച്ച് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റൊക്കെ മൊത്തത്തിൽ മാറ്റാം. വാവനെ കൊണ്ട് വരണ്ടല്ലേ രാത്രി. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി ഇനി പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് ഇവിടെ മൊത്തം അടിച്ച് വരും തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറയണേ. കണ്ടോ, കൊള്ളാവോ. അപ്പോൾ ഞാൻ ഈ മുറി മൊത്തം ക്ലീനാക്കി. അപ്പോൾ കണ്ടോ, നമ്മൾ കർട്ടൻസൊക്കെ ഓപ്പൺ ആക്കിയിട്ടേക്കുക. അതുകൊണ്ടാണ് ഇത്ര വെളിച്ചവേ. അപ്പോൾ കർട്ടൻസൊക്കെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളർ വരും മുറിയിലേക്ക്. നല്ല രസമാണ്. കണ്ടോ, നല്ല രസമില്ലേ. എനിക്ക് ഈ കളറാണ് കേട്ടോ ഇഷ്ടം. മറ്റേ വൈറ്റിനേക്കാളും എനിക്കിഷ്ടം ഈ കളർ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഹാളിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം വന്ന് എന്തായാലും ക്ലീനാക്കും. ഇപ്പോൾ എനിക്ക് വയ്യ അത് ക്ലീനാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. പിന്നെ സ്റ്റെയർകേഴ്സ് ഞാൻ അടിച്ച് കുറച്ച് തുടച്ചിട്ട് പകുതി വരെ തുടച്ചുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മതിയായി റൂം വൃത്തിയാക്കിയപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്കെല്ലാം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വാവ ചിലപ്പോൾ എണീറ്റിരിക്കണുണ്ടാവും. ഇപ്പം ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ, എണീറ്റിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് അടക്കാവേ. ഇത് നമ്മൾ വീട്ടിലേക്ക് പോണ വഴി. അപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കട്ടാക്കിയ കേക്ക് കഴിക്കാം കേട്ടോ. കുറച്ച് നേരം കേക്കൊക്കെ കഴിച്ച് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആളിവിടെ എണീറ്റ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിടക്കാവേ. എന്നിട്ട് നമുക്ക് അമ്മാമ്മേൻ്റെ കയ്യിൽ കൊടുക്കാം. അമ്മമ്മ നോക്കിക്കോളും. പാലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മ പാലും കൊടുത്ത് നോക്കിക്കോളും. ഇനി ഉറങ്ങത്തില്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങത്തുള്ളൂ. 1.5 മണിക്കൂർ ഇങ്ങനെ കളിക്കും. നിലത്തൊക്കെ കിടന്ന് ഉരുണ്ട് നീന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.